എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൽ ഏകപുത്രന അങ്ങിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചോരിക എന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചോരിക എന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലും എനിക്കേകിയോരു
നാദാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്ക് ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാമോ? കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി, പാപത്തിൻ കറകൾ പോക്കാൻ പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യാഗമായി തീർന്നവനെ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. യാഗമായി തീർന്നവനെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനെ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരുമില്ല. ഉയർത്തെഴുന്നേറ്റവനെ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല.
സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ, 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 സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായ. ഒരു നിമിഷം എഴുന്നേറ്റ് നിങ്ങളായിരുന്ന സാഹചര്യങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് ഈ ലോകത്ത് ഞാൻ നിങ്ങളുമായിരിക്കുന്നത് കർത്താവ് തന്റെ സ്നേഹത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ടാണ്. കർത്താവിന്റെ ജീവനെ നമുക്കായി നൽകി ഈ ലോകത്ത് ആരും ചെയ്യാൻ കഴിയാത്ത, ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരെണ്ണമാണ് സ്വന്തം ജീവൻ വേറൊരാൾക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളത്. കർത്താവിനോളം സ്നേഹിപ്പാൻ വേറെ ആരുമില്ല. കർത്താവിന് പകരക്കാരനായി വേറെ ഒരാളുമില്ല, ഒരു മനുഷ്യനുമില്ല, ഒരു ദൈവവുമില്ല. കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി ചോരയും നമുക്കായി ഊറ്റി എന്നെ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ കർത്താവിനെ എത്ര സ്നേഹിച്ചാലും മതി വരില്ല എന്ന് പറയുന്നവർ കർത്താവ് അങ്ങന്റെ ജീവനാണെന്ന് പറയാൻ കഴിയുന്നവർ കർത്താവിന്റെ കൃപകളെ രുചിച്ചു നോക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് നടത്തിയ വിധങ്ങളെ മനസ്സിലായി എന്നുള്ളവർ ആ ഒരു ബോധ്യത്തോടെ കർത്താവിനെ ഒന്ന് സ്നേഹിച്ചു. വെറും വാക്കാകരുത്, കർത്താവ് ഞാൻ അങ്ങേ സ്നേഹിക്കുമെന്നൊന്ന് പറഞ്ഞാട്ടെ.
ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അങ്ങനെ പറയാൻ കഴിയുമോ? കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിക്കാൻ ഒരാൾക്കും കഴിയത്തില്ല. രോഗമോ പട്ടിണിയോ എന്ത് തന്നെ ആയാലും, എന്ത് പ്രതിസന്ധി തന്നെ ആയാലും അതിൽ നിന്ന് വേർതിരിക്കുവാൻ നിങ്ങൾ യഥാർത്ഥമായാണ് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കഴിയത്തില്ല. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. എൻ്റെ സർവവും, നീ എനിക്കുള്ള. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നീ എൻ്റെ സർവവും, നീ എനിക്ക്. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ. നീ എൻ്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ,
യേശു ക്രിസ്തു മാധുര്യവാ രുചിച്ചു നോക്കിന കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ അങ്ങേ മറക്കാൻ കഴിയുമോ അങ്ങേ പിരിയാൻ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പാടാൻ കഴിയുമോ കഴിയുമോ അങ്ങേ പിരിയാൻ കഴിയുമോ അങ്ങേ മറക്കാൻ കഴിയുമോ അങ്ങേ പിരിയാൻ കഴിയുമോ യേശുവേ എൻ യേശുവേ എൻ യേശുവേ എൻ യേശുവേ 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 യേശുവേ ആ നാമത്തെ വിളിക്കാമോ യേശുവേ 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 അങ്ങേ വാഴ്ത്താൻ വാക്കുകൾ ഇല്ലവേ യേശുവേ അങ്ങേ വാഴ്ത്താൻ വാക്കുകൾ ഇല്ലവേ നീയൻ സ്വന്തം അല്ലയോ നീയൻ ജീവനേക്കാൾ വലുതാ നീയൻ സ്വന്തം അല്ലയോ നീയൻ ജീവനേക്കാൾ വലുതാ യേശുവേ എൻ യേശുവേ യേശുവേ എൻ യേശുവേ യേശുവേ എൻ യേശുവേ ആ നാമത്തെ ഉറക്കെ വിളിക്കാമോ യേശുവേ യേശുവേ എൻ യേശുവേ എൻ യേശുവേ എൻ യേശുവേ 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 പരിശുദ്ധനെ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നിതാ വീരന ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ 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 അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ
അധികാരമുള്ള നാമമേ, അത്ഭുതമായ നാമമേ, അതിശയമായ നാമമേ, ആശ്ചര്യമായ നാമമേ, അധികാരമുള്ള നാമമേ, പതിനായിരങ്ങളിൽ സുന്ദരനെ, ശാരോനിൻ റോജാവേ, ശാരോനിൻ റോജാവേ, അങ്ങേക്കു തുല്യന അങ്ങു മാത്രം, 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 അങ്ങേക്കു തുല്യന അങ്ങു മാത്രം. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമ അങ്ങേക്ക്, എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ, തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
എൻ സമ്പത്താണേ. തുല്യം ചൊല്ല വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ. തുല്യം ചൊല്ല വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ. തുല്യം ചൊല്ല വേറൊന്നുമില്ലേ. എല്ലാവർക്കും എഴുന്നേറ്റ് ഇന്ന് ബൈബിളുള്ളവരെല്ലാവരും ബൈബിൾ എടുത്ത് ഒരുമിച്ച് ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 93. ബൈബിൾ കൊണ്ടുവന്ന് എല്ലാവരും ബൈബിൾ എടുക്കുക. ഒരുമിച്ച് ചേർന്ന് വായിക്കാം. യഹോവ വാഴുന്നു, അവൻ മഹിമ ധരിച്ചിരിക്കുന്നു. യഹോവ ബലം ധരിച്ച് അരക്കി കെട്ടിയിരിക്കുന്നു. ഭൂലോകം ഇളകാതെ ഉറച്ചു നിൽക്കുന്നു. നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാദിയായുള്ളവൻ തന്നെ. യഹോവേ, പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു. സമുദ്രത്തിലെ വൻതിരകളായ പെരുവെള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ. യഹോവേ, വിശുദ്ധി നിന്റെ ആലയത്തിനും എന്നേക്കും ഉചിതം തന്നെ. ഇത് ശബത്ത് നാളിലുള്ള ഒരു സങ്കീർത്തനമാണ്. ഇതിൽ കൂടുതലായും കർത്താവിനെ സ്തുതിക്കുക അല്ലെങ്കിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ഏതു പ്രതിസന്ധികൾക്കിടയിലും ഏതു പ്രശ്നങ്ങൾക്കിടയിലും കർത്താവിനെ ഉയർത്തുക, കർത്താവിൻ്റെ സ്നേഹത്തിലായിരിക്കുക, കർത്താവ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുവാനൊക്കെയാണ് ഈ സങ്കീർത്തനത്തിൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കർത്താവ് ഇരിക്കുന്ന സിംഹാസനമൊക്കെയും അല്ലെങ്കിൽ കർത്താവ് ഇരിക്കുന്നതെല്ലാം നടത്തുന്നതും ചെയ്യുന്നതുമെല്ലാം സ്ഥിരമാണ്. കർത്താവ് അനാദിയുള്ള ദൈവമാണ്. നിങ്ങൾക്കെതിരെ വരുന്ന പ്രശ്നങ്ങൾ ഒരു പ്രവാഹം പോലെ അല്ലെങ്കിൽ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിലിൻ്റെ ശബ്ദത്തെക്കാളും നിങ്ങളെ തകർക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും ആ ഒരു പ്രശ്നത്തിനെക്കാട്ടിലും ദൈവം വലിയവനാണെന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ, നിങ്ങളെ പ്രശ്നങ്ങളിൽ ദൈവം നിങ്ങളെ ആ പ്രശ്നങ്ങളെക്കാട്ടിലും വളർന്നു നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെക്കാട്ടിലും യഹോവയാണോ വലുത് എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. കാരണം വിശുദ്ധിയിൽ ജീവിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പരിശുദ്ധനായാണ് നമ്മുടെ ദൈവം. വിശുദ്ധി ഇല്ലാത്തടത്ത് കർത്താവിന് നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. ഏത് മേഖലയിലായിക്കൊള്ളട്ടെ, അശുദ്ധി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവിന് ഇരിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ പൂർണ്ണമായി കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശുദ്ധിക്ക് ഏറ്റവും പ്രധാനം കൊടുത്താൽ നിങ്ങളുടെ പ്രശ്നത്തിന് മുന്നിൽ, നിങ്ങളുടെ പ്രയാസത്തിന് മുന്നിൽ യഹോവയുടെ വലിപ്പത്തെ കാണുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ സങ്കീർത്തനം അതിനായി നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. മനോഹരമായൊരു ദിവസത്തിൻ്റെ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്നത് കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞ വചനത്താൽ കർത്താവെ, ഞങ്ങൾ ഈ ശബത്ത് ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരാഴ്ചയിലും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ച വിധത്തെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവെ. എത്ര നന്ദി പറഞ്ഞാലും മതിയാതവണ്ണം കർത്താവെ അങ്ങ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ മറയിൽ മറയ്ക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളെ അത്ഭുതകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഇതിനൊന്നും ഞങ്ങൾ അർഹതയുള്ളവരല്ലെങ്കിലും കർത്താവെ അവൻ അങ്ങയുടെ വലിയ സ്നേഹത്താൽ, വലിയ കൃപയാൽ ഞങ്ങളെ നടത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഒരു ദിവസം കൂടി നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ല എങ്കിൽ വെട്ടിക്കളയാമെന്നുള്ള തീരുമാനപ്രകാരം കർത്താവെ ഞങ്ങളെ
ആക്കിയിരിക്കുമ്പോൾ കർത്താവെ അങ്ങേക്ക് ഹിതകരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. ഫലപ്രദമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവെ. അങ്ങേക്ക് പ്രയോജനമുള്ള വ്യക്തികളായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടുകൂടി ആയിരിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ യാത്രയിലും അങ്ങയുടെ സാന്നിധ്യത്താൽ നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ദൂതന്മാർ മുൻപുമായി ഞങ്ങളെ നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. വരാമായിരുന്ന ആപത്തനഥങ്ങളിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ സംരക്ഷിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു രാജാതി രാജാവെ, സ്തുതിക്കുന്നു കർത്താതി കർത്താവെ, സ്തുതിക്കുന്നു മഹാരാജാവെ, സ്തുതിക്കുന്നു. അങ്ങ് ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് നല്ലവനും വല്ലഭനുമായി ഞങ്ങളെവിടെ ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങ് ഇറങ്ങി വന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദൂതന്മാരുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദൂതന്മാരുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. നന്ദി പറയുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു കർത്താവെ. അങ്ങയുടെ സംരക്ഷണത്തിനായി നന്ദി പറയുന്നു കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾ മനുഷ്യർക്ക് അത് മാത്രമേ കഴിയുള്ളൂ കർത്താവെ. നന്ദി പറയുവാൻ മാത്രമേ ഞങ്ങൾ കഴിയുകയുള്ളൂ കർത്താവെ. എത്ര കാലം നന്ദി പറഞ്ഞാലും മതിയാവാത്ത വിധം കർത്താവെ ഞങ്ങൾ നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇങ്ങനൊരു സഭ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സഭയിലെ ഓരോ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ സഭയുമായി ഉറച്ചു നിൽക്കുവാൻ നൽകിയിരിക്കുന്ന നല്ല മനസ്സിനായി സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേൽ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏതൊക്കെ പ്രാർത്ഥനാ വിഷയങ്ങളാണോ കർത്താവെ, അതെല്ലാം അങ്ങ് മറുപടി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് ആർക്കും കടക്കാരനല്ലല്ലോ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവ് അങ്ങ് എല്ലാം അറിയുന്നുവല്ലോ കർത്താവെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങനെ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മേൽ അങ്ങ് ഈ ദിവസങ്ങളിൽ അങ്ങ് മറുപടി നൽകാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സാമ്പത്തികമായ ആവശ്യങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് മഹാസമ്പന്നനായി ഞങ്ങളുടെ ഇടയിൽ ഉള്ളതുകൊണ്ട് സ്തുതിക്കുന്നു കർത്താവെ. അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ എന്നാണ് വചനം പറയുന്നത് കർത്താവെ. ഒന്നിനും മുട്ടില്ലാതവണ്ണം ഞങ്ങളെ ഇനിയും തുടർന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സഭയിൽ ജോലിക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികളായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രതിദിന ജോലികൾക്കായി പോകുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വകാര്യ ഗവൺമെൻറ് ജോലികളിലായിട്ട് പോകുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. ജോലിയിൽ അഭിവൃദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ജോലിയിൽ അഭിവൃദ്ധി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു. ഓരോ വ്യക്തികൾ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ നിമിഷം തന്നെ അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ നിമിഷം തന്നെ അങ്ങ് സൗഖ്യത്തിൻ്റെ ഏഞ്ചൽസ് ഇറങ്ങുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. പൈശാചികമായ ബന്ധനങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വിടുതലിൻ്റെ ദിവസങ്ങളാക്കി ഈ ദിവസങ്ങൾ മാറ്റാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയോർത്ത് പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടുതലായ ശക്തിയെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ തുടർന്നും അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേൾക്കുവാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകളുടെ അധികാരം എന്ന് പറയുന്ന വിഷയമാണ്. നമ്മൾ നാവിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എങ്കിലും അതിനകത്ത് കുറച്ച് കാര്യാദികൾ പഠിച്ച് അല്ലെങ്കിൽ സംസാരിച്ച് കർത്താവിൻ്റെ കരത്തിൽ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാവുകൾക്ക് അധികാരമുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തി കരം കൊടുത്തിട്ട് ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളുടെ നാവിന് അധികാരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നാവിന് അധികാരമുണ്ടെന്ന് വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നാവിനെ സൂക്ഷിച്ചുപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ അധികാരം ആ നാവ് വഴി പുറത്തു വരും. എന്ത് വാക്കാണോ നമ്മൾ പറയുന്നത് അത് സംഭവിക്കും. അത് നിങ്ങളുടെ തലമുറകളെ നോക്കിയാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ കുടുംബക്കാരെ നോക്കിയാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ചാർച്ചക്കാരെ നോക്കിയാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ബന്ധുക്കളെ നോക്കിയാണെങ്കിൽ അങ്ങനെ, ഉറപ്പായും അത് സംഭവിക്കും. കാരണം നമ്മുടെ നാവിന്മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ ദൈവശക്തി എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ ഇതിനകത്ത് നോക്കിയത്. ദൈവശക്തിയോടുകൂടെ ചലിക്കുന്നതാണ് അധികാരം.
ഈ ദൈവശക്തി നമ്മുടെ ജീവിതത്തിനകത്ത് പ്രവർത്തിക്കുന്നത്, യഥാർത്ഥ ദൈവശക്തി നമ്മുടെ ഉള്ളിൽ ചലിക്കുന്നുണ്ടെങ്കിലും അത് അധികാരമായി പുറത്തു വരുമ്പോഴാണ് ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ നാമത്തിലും നമ്മെ കൊണ്ട് പ്രയോജനമുള്ളതായി തീരുന്നത്. അധികാരത്തോടെ പുറത്തു വരുന്നത് നാവിലൂടെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നാവ് കർത്താവിൻ്റെ നാവെന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ നാവിനെ വിശുദ്ധമാക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി അധികമായി നിങ്ങളിലൂടെ ചലിക്കുകയുള്ളൂ. യശയാവ് പ്രവചൻ്റെ പുസ്തകത്തിനകത്ത് യശയാവിൻ്റെ മേൽ വന്ന അധികാരം, നാവിൻ്റെ മേൽ വന്ന അധികാരം നമുക്കറിയാം. അദ്ദേഹം ഒരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിനകത്ത് ഒരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കനലെടുത്ത് തൻ്റെ നാവിൽ വയ്ക്കുന്നത് കാണുന്നു. ആ നാവിൽ വച്ച് ുന്ന സമയത്ത് താൻ പറയുന്ന വാക്കാണ്, ഞാൻ പാവമുള്ള അധരമുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്നു. അതായത് പാവമുള്ളവരുടെ ഇടയിൽ ജീവിക്കുന്ന താൻ അന്ന് മുതൽ അധരത്തിൻ്റെ മേലുള്ള പാപത്തെ മാറ്റി ഒരു പ്രവാചകനാക്കി മാറുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിനകത്ത് പ്രവാചകന്മാർ മാത്രമല്ല, ഇതിനകത്തായിരിക്കുന്ന വിശ്വാസികളും നിർബന്ധമായി എന്ത് ചെയ്യണം? നാവിനെ സൂക്ഷിക്കണം. കാരണം നാവിൻ്റെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. എൻ്റെ നാവിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഉറച്ച് പറഞ്ഞാട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ എൻ്റെ നാവിനെ കൺട്രോൾ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മുടെ നാവിനെ പരിശുദ്ധാത്മാവിൻ്റെ കരത്തിൽ കൊടുത്ത് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. മക്കളോട് സംസാരിക്കുമ്പോൾ, കുടുംബക്കാരോട് സംസാരിക്കുമ്പോൾ, മാതാപിതാക്കളോട് സംസാരിക്കുമ്പോൾ, ബന്ധുക്കളോടും മറ്റുള്ളവരോടും സംസാരിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും നാവിനെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. നമ്മൾ നാവിനെ കൺട്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശൈലി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് നിങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന പല ബന്ധനങ്ങളും, പല ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങളും, പല പ്രതികൂലങ്ങളും നിങ്ങളെ വിട്ട് മാറിപ്പോകുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 34 സങ്കീർത്തനം പറയുന്നു, അതിൻ്റെ 12-14 വാക്യങ്ങളിൽ, 34 സങ്കീർത്തനം അതിൻ്റെ 12-14 വാക്യങ്ങളിൽ പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിനെ ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവനാർ, ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. ഹല്ലേലൂയ. ജീവൻ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിച്ഛിക്കുകയും ചെയ്യുന്നവൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ ജീവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ മേഖലയിലും ഇന്ന് എവിടെയൊക്കെ മരണം നിങ്ങൾ കാണുന്നു, അത് സാമ്പത്തികത്തിലായിരിക്കാം, കുടുംബ ജീവിതത്തിലായിരിക്കാം, വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, മക്കളുടെ ഭാവിയിലായിരിക്കാം. എന്താണ് മരണം? മരണം എന്ന് പറഞ്ഞാൽ എൻഡാണ്. ഇനി അടുത്തൊരു ജീവിതം ഇല്ല. അതായത് ഇനി ഉയർന്നു വരികയില്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉയർച്ചയില്ല, നിങ്ങളിൽ തകർച്ചയാണെന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കൊരു ഭാവി ഇല്ല എന്ന് തോന്നുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഉറപ്പായും വിശ്വസിക്കുക, അതിനകത്ത് ജീവൻ കാണണമെങ്കിലും, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ദീർഘായുസ് ഉണ്ടാകണമെങ്കിലും, നിങ്ങൾ നന്മ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും, നിത്യജീവനും ഈ ലോകത്തുള്ള ജീവനും നന്മയും ദീർഘായുസും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണമെങ്കിൽ സങ്കീർത്തനം പറയുന്നു, അവൻ എന്ത് ചെയ്യണം? നാവിനെ വ്യാജം പറയാതെയും നിൻ്റെ അധരത്തെ ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോഷം ചെയ്യരുത്. ആർക്കെതിരെയും നീ ദോഷം ചെയ്യരുത്. നിൻ്റെ നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? നീ പറയുന്ന ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് പോലും മുറിവേൽക്കരുത്. ഹല്ലേലൂയ. നീ പറയുന്നൊരു വാക്ക് ഒരാൾക്ക് മുറിവേൽക്കുകയോ അവരുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവം നിന്നിൽ കരുതിക്കൊള്ളും. അതായത് നിനക്ക് ശാപം വരുന്ന ഒരു വഴിയും നീ തുറക്കരുത്. നിൻ്റെ നാവിനെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. ഊവ് ഊവെന്നും ഇല്ല ഇല്ല എന്നും മാത്രമേ പറയാവൂ എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. കാരണം അതിൽ കൂടുതൽ നമ്മൾ എന്ത് പറഞ്ഞാലും ആ നാവിൽ നിന്ന് ദോഷം പുറത്തു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നിൻ്റെ നാവിനെ എന്ത് ചെയ്യണം? കാക്കണം. അതേപോലെ വ്യാജം പറയരുത്. വ്യാജം എന്ന് പറഞ്ഞാൽ എന്താണ്? കള്ളം പറയരുത്. എന്തോ കിട്ടുമെന്ന് പറഞ്ഞാലും, ആരെ നശിപ്പിക്കണമെന്ന് തോന്നിയാലും നമ്മൾ കള്ളം പറയരുത്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ലഭിച്ചാലും ലഭിച്ചില്ലെങ്കിലും എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതത്തിനകത്തും ഒരുപാട് കള്ളം പറയേണ്ട സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. ഒരുപാട് കാര്യാദികൾ നമ്മൾ പറഞ്ഞാൽ ചിലപ്പം ജീവിതത്തിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുമായിരിക്കാം. പക്ഷേ നിങ്ങൾ കള്ളം പറയാതെ ദോഷം വിട്ടകന്ന നാവുമായി ജീവിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടാകും? ജീവൻ ലഭിക്കും, നന്മ ലഭിക്കും,
ദീർഘായുസ് ലഭിക്കും. ഒരു ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ജീവിതം ഇന്ന് മുതൽ നിങ്ങളുടെ നാവിൻ്റെ കൺട്രോളിലാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഇന്ന് കാണുന്ന പല പ്രതികൂലങ്ങളും നിങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. നിങ്ങൾ ഇന്ന് കാണുന്ന നിങ്ങളുടെ കുടുംബജീവിതവും വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഉണ്ടായ തകർച്ചകൾ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി പോലും പലരും നിങ്ങളുടെ നാവ് കൊണ്ട് ഉണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ നാവ് നമ്മൾ സൂക്ഷിച്ചാൽ, നമ്മളുടെ നാവിൽ അധികാരമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യും. നമുക്ക് ജീവനും നന്മയും ദീർഘായുസ്സും ലഭിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൾ എന്ത് ചെയ്യണം? ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കണം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിനകത്ത് 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു. കൊലോസ്യർ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം പറയുന്നു, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. കൃപയുള്ള വാക്ക് മാത്രമേ നീ പറയാവൂ. ഹല്ലേലൂയ. ഒരുവനെ ദോഷം ചെയ്യുന്ന രീതിയിലുള്ള സംസാരം അരുത്. അതേപോലെ എന്ത് ചെയ്യരുത്? കൃപയുള്ള വാക്കേ നീ പറയാവൂ. അതേപോലെ എന്ത് ചെയ്യണം? നിന്റെ നാവിൻ്റെ ഉപ്പിനാൽ, കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നമ്മളൊരു കറി വയ്ക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പാചകം ചെയ്യുകയാണ്, അതിൽ ഉപ്പിടാൻ മറന്നുപോയി. എന്തായിരിക്കും ടേസ്റ്റ്? ടേസ്റ്റ് കാണുമോ? കാണില്ല. നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർക്ക് അത് ലാവണ്യ വാക്കായി തോന്നണം. യേശുവിൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കായിരുന്നു എന്ന് പറയുന്നു. ഒരാൾ നമ്മുടെ മുന്നേ കഷ്ടം പറഞ്ഞു വരുമ്പോൾ, ഒരാൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രയാസം എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റിയില്ല എങ്കിലും അവരോട് ലളിതമായ രീതിയിൽ ലാവണ്യ വാക്ക് പറയുവാൻ നമുക്ക് കഴിയില്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അങ്ങനെ പറയുന്നവരാണ്. പറഞ്ഞിട്ട് തിരിഞ്ഞ് ഇപ്പുറത്തിരിക്കുന്ന വ്യക്തിയോട് പറയും, ഇവർക്ക് ഇത് തന്നെ വേണം. അവളോട് പറയും, ഇതെല്ലാ കഷ്ടവും മാറും, പ്രയാസം മാറും, പ്രതികൂലം മാറും, പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നം മാറാത്തതിന് കാരണം ഇതുപോലെ പലരെയും കുറിച്ച് നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഇടയിലുള്ളൊരു പ്രത്യേകതയാണ്, ഒരാളെ കാര്യം കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ? എന്തു പറ്റി? എങ്ങനെ സംഭവിച്ചു? എന്താണ് കാരണം? ഇത് ഒരാളോടല്ല നമ്മൾ ചോദിക്കുന്നത്. ഇതേ വിഷയം നമ്മൾ 10 പേരോട് ചോദിക്കൂലേ? ചോദിക്കും. എന്താണ്? കർണരസം. നമുക്ക് കേൾക്കാനൊരു കൊതി. ഇതിനേക്കാളും പ്രശ്നമാണ് നമ്മളെ വീട്ടിനകത്ത്. ഹല്ലേലൂയ. ഇനി നമ്മുടെ വീട്ടിനകത്ത് നടക്കുന്നത് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? അവൾ നുണച്ചിയാണെന്ന് പറയും. നമ്മളെന്താണ് ചെയ്തത്? എന്താണ് പറഞ്ഞത്? നമ്മൾ അതിനെക്കാട്ട് വലിയ സാധനമാണ്. പക്ഷെ നമ്മളെ മാർക്കിടില്ല. നമ്മുടെ കാര്യം ഒരാളോട് പറഞ്ഞവരെ എന്ത് പറയും? നുണച്ചിയെന്ന് വിളിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം പറയുന്നതും കേൾക്കുന്നതും നിർത്തുമ്പോൾ നിങ്ങളുടെ കുടുംബകാര്യം മറ്റുള്ളവർ പറയാതെ ആവും. എന്താണെന്നറിയാം? നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം കാണില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ദൈവത്തെ അറിഞ്ഞ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ നാവിനെ ക്ലിയർ ചെയ്യണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് ഉപ്പിനാൽ രുചി വരുത്തിയതായി തീരണം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിയുള്ളതാക്കിയാൽ ആ വിളിച്ച ആളിന് മറ്റൊന്നും നമുക്ക് കൊടുക്കുവാൻ പറ്റിയില്ലെങ്കിലും ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ അവളുടെ ജീവിതം, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം യേശുവിനോടൊപ്പം അടുത്ത്, അല്ലെങ്കിൽ ദൈവസ്നേഹത്താൽ നിറയുന്ന നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരാൾ സങ്കടം പറയുമ്പോൾ അവളുടെ വിഷമത്തിൽ കൂടെ നിന്നിട്ട് ആ വിഷമം മറ്റൊരാളോട് ഷെയർ ചെയ്യരുത്. ഹല്ലേലൂയ. ഇനി നിങ്ങൾക്ക് തിരുത്താനുള്ള കാര്യമാണെങ്കിൽ, ഒരാൾ നിങ്ങളോട് പറയുന്നത് മറ്റൊരാളുടെ കുറ്റമാണ്, ആ വ്യക്തിയെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അറിയാം എങ്കിൽ ഉറപ്പായും തിരുത്തണം. അതിന് സപ്പോർട്ടും കൊടുക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഒരാളെ ബന്ധിക്കുന്ന രീതിയിലോ ഒരാളെ തകർക്കുന്ന രീതിയിലോ ഒരാളെ നശിപ്പിക്കുന്ന രീതിയിലോ പോകരുത്. കാരണം നിങ്ങൾ ദോഷം വിട്ടകന്ന് നന്മ പ്രാപിക്കുവാനും ജീവൻ പ്രാപിക്കുവാനും ദീർഘായുസ് പ്രാപിക്കുവാനും വേണ്ടി വിളിച്ചവരാണ്. ഹല്ലേലൂയ. ഒരാളെ തെറ്റി പറയുമ്പോൾ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്താൽ എന്ത് സംഭവിച്ചു? പരിഹാസികളുടെ വഴിയിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞ വചനം നിങ്ങൾ എന്ത് ചെയ്തു? തെറ്റിച്ചു. ഹല്ലേലൂയ.
അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങളുടെ കുടുംബകാര്യവും പറയാൻ പോകരുത്. നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയൽക്കൂട്ടത്തിൽ പോകുമ്പോൾ അവിടെ ഉള്ള 5 ആൻറ്റിമാരോടെ പറയും, അല്ലെങ്കിൽ 5 സഹോദരിമാരോടെ പറയും. ഹല്ലേലൂയ. റോഡിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ചന്തയിൽ പോകുമ്പോൾ 5 പേരോടെ പറയും. ആരുടെ പ്രശ്നമാണ് പറയുന്നത്? ആരുടെ പ്രശ്നമാണ് പറയുന്നത്? നമ്മുടെ പ്രശ്നം. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിലുള്ള പ്രശ്നം അങ്ങ് തീർന്നു. ഭർത്താവുമായിട്ടോ മക്കളുമായിട്ടുള്ള പ്രശ്നമായിരിക്കും തീർന്നു. പക്ഷെ നാട് മൊത്തം പബ്ലിസിറ്റി ആയിരിക്കും. ഇതെവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മുടെ നാവിൽ നിന്ന് മറ്റുള്ളവരുടെ ചെവിയിലേക്ക് പോയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞ് ഭർത്താവും ഭാര്യയായിട്ട് സ്നേഹത്തോടെ പോവാണ്. അപ്പുറത്തുള്ള അവൾ എന്ത് പറയുമെന്നറിയാമോ? മെനഞ്ഞാന്ന് പറഞ്ഞതേ ഉള്ളൂ, അതാ പോണ. എത്ര ദിവസം കെട്ടിപ്പിടിച്ചുകൊണ്ട് നടക്കുമെന്ന് അറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഭവനത്തിനകത്ത് നടക്കുന്നത് ഭവനത്തിനകത്ത് തീർക്കണം. ഭർത്താവിനുള്ള പ്രശ്നം ഭർത്താവിനകത്ത് തീർക്കണം. മക്കളോടുള്ള പ്രശ്നം മക്കളുടെ അടുത്ത് തീർക്കണം. മറ്റൊരാളെ അതിനകത്ത് ഷെയർ ചെയ്യിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ മറ്റുള്ളവരുടെ മുന്നേ വിസിബിളായിട്ട് ചിരിക്കേണ്ട അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ ഇന്ന് പകൽ മൂലം നിങ്ങളുടെ നാവിനെ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യുന്നവരായി, നാവിനെ മനസ്സിലാക്കി ജീവിക്കുന്നവരായി തിരിയണം. നിങ്ങളുടെ നാവിനെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായി അറിയാം. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് വേണം? നമ്മുടെ വാക്ക് ഉപ്പിനാൽ രുചിയുള്ളവരായി നമ്മൾ തീർക്കണം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ വാക്ക് കാരണം ഒരു നാശം ഒരു വ്യക്തിക്കും കാണരുത്. ഇന്നു മുതൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. നിങ്ങളുടെ നാവ് ആരുടെ നാവാണ്? കർത്താവിൻ്റെ നാവാണ്. എൻ്റെ നാവ് ദൈവത്തിൻ്റെ നാവാണ്. എൻ്റെ നാവിൻ്റെ മേൽ അധികാരമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി മൗനമായിരിക്കേണ്ട സ്ഥലത്ത് മൗനമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൗനമായിരിക്കേണ്ടടുത്ത് മൗനമായിരിക്കണം, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം. ഇനി സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. എന്തൊക്കെയാണ് നമ്മുടെ നാവിന്മേലിരിക്കുന്നത്? മരണമുണ്ട്, ജീവനുമുണ്ട്. ഡെത്തും ലൈഫും നമ്മുടെ നാവിന്മേലുണ്ട്. നമ്മുടെ നാവിന്മേൽ മരണവും ജീവനുമുണ്ട്. നമുക്കതിൽ ഏതാണ് ഇഷ്ടം അത് പ്രാപിക്കുവാൻ പറ്റും. നിനക്ക് നിൻ്റെ കുടുംബത്തിനകത്ത് മരണം കാണണം, നിൻ്റെ കുടുംബത്തിനകത്ത് നഷ്ടം കാണണം, നിൻ്റെ കുടുംബത്തിനകത്ത് നാശം കാണണമെന്ന് ആഗ്രഹിച്ചാൽ നാശവും, ജീവനും ജീവൻ്റെ അധികമായ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കാണണമെന്നും നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ജീവൻ വെളിപ്പെടണമെന്ന് വിചാരിച്ചാൽ ജീവനും നാവിൽ കൂടെ കൊണ്ടുവരാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ ചില വ്യക്തികൾ പിണങ്ങുമ്പോഴോ മക്കൾ അടി കൂടുമ്പോഴൊക്കെ പറയുന്ന കേട്ടില്ല, നീ ഒരു കഴുതയാണ്. അവൻ കഴുതയായിട്ട് തന്നെ മാറും. അവനെ പിന്നെ കുതിരയാക്കാൻ പറ്റൂല. ഹല്ലേലൂയ. വിവരദോഷി, നാശം പിടിച്ചവൻ. ഹല്ലേലൂയ. അപ്പോഴും ഇതൊക്കെ ഞാനും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതം ഇങ്ങനെ ആയിപ്പോയത്. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് പറയുന്നു അത് അതിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ നാശം കാണണമെന്ന് ആഗ്രഹിച്ചാൽ നാശം കാണും. കാരണം എന്തുകൊണ്ടാണ്? നാവിൻ്റെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. നീ എന്തു പറയുന്നു അത് സംഭവിക്കും. ഹല്ലേലൂയ. നീ നാശം കാണണമെന്ന് ആഗ്രഹിച്ചാൽ നാശം കാണും. അതുകൊണ്ടാണ് സാത്താൻ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ സാന്നിധ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തകർത്തുകൊണ്ട് പറയുന്നത്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഇനി ഉയർച്ച ഇല്ല. ആര് പറയുന്നതാണ്? നമ്മൾ തന്നെ നമ്മുടെ നാവ് കൊണ്ട് പറയുകയാണ്. ഇതെല്ലാം അവൻ നിയമപരമായ അവകാശമെടുക്കും. എന്നിത് സംഭവിക്കുമെന്നറിയാമോ? നിനക്ക് ജീവിക്കണമെന്ന് തോന്നുന്ന സമയത്ത്, നിനക്ക് നല്ലൊരു ലൈഫ് കർത്താവ് തരുമ്പോൾ, നീ ഇന്ന് പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് വരും. ഹല്ലേലൂയ. നീ പറഞ്ഞ കാര്യങ്ങൾ, ഭൗതിക ലോകത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആത്മീക ലോകത്തിൽ സീൽ ചെയ്തിട്ടുണ്ട്. ഈ ആത്മീക ലോകത്തിലുള്ള സംഭവങ്ങൾ നീ എന്നാണോ ഇതിന് എതിരെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പോൾ സംഭവിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് വലുത് ചെയ്യണമെങ്കിൽ നിന്റെ നാവിനെ ഇന്നു മുതൽ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. നിന്റെ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, മക്കളെ സ്നേഹിക്കണം, അപ്പനമ്മയെ ബഹുമാനിക്കണം. മക്കൾ എന്ത് ചെയ്യണം? അപ്പനെ അമ്മയും
ബഹുമാനിക്കണം. അവരുടെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് മതി നിൻ്റെ ജീവിതം നശിച്ചു പോകാൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? മക്കൾ അപ്പനെ അമ്മയും ബഹുമാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലരും പറയുന്നൊരു കാര്യമാണ്, ദേഷ്യം വരുമ്പോൾ സംസാരിക്കരുത്, ദേഷ്യം വരുമ്പോൾ കുഞ്ഞുങ്ങളെ അടിക്കരുത്. എന്തുകൊണ്ടെന്നറിയാമോ? ദേഷ്യം വരുമ്പോൾ നമ്മൾ യഥാർത്ഥമായി മറ്റൊരു സ്വഭാവത്തിലേക്ക് പോകും. നമ്മുടെ വായിൽ നിന്ന് എന്ത് വരുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ? ഹല്ലേലൂയ. അടിക്കുന്നത് ചെറിയ സ്പീഡിലായിരിക്കും അടിക്കുന്നത്. തീർന്നു പോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അടിക്കും. അടിച്ചിട്ട് പിന്നീടാണ് ആലോചിക്കണം, അയ്യോ കൊടുത്തു കളഞ്ഞല്ലോ എന്ന്. ഹല്ലേലൂയ. നമ്മുടെ ഹോർമോണുകൾ മറ്റൊരു സ്ഥലത്തിലേക്ക് അങ്ങ് പോകും. നമ്മളെ ഫുൾ അൺകൺട്രോൾ ആക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ അടിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ ചില കുഞ്ഞുങ്ങൾ അടി എരന്ന് വാങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര നിർത്താൻ പറഞ്ഞാലും എന്ത് ചെയ്യില്ല, കേൾക്കില്ല. വീണ്ടും വീണ്ടും താ എന്ന് പറയും. ആ സമയത്ത് നമ്മൾ വീണ്ടും കൺട്രോൾ ഇല്ലാതെ പോകും. അതുകൊണ്ട് നമ്മൾ നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരായി തീരണം. അപ്പം മക്കൾ എന്ത് ചെയ്യണം? അമ്മയപ്പനെയും അനുസരിക്കണം. അമ്മയപ്പനും എന്ത് ചെയ്യണം? മക്കളെ സ്നേഹിക്കണം. അതേപോലെ എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം. ഭർത്താക്കന്മാരെന്ത് ചെയ്യണം? ഭാര്യമാരെ സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിനെ അറിഞ്ഞ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണം? നമ്മുടെ നാവ് അധികാരമുള്ളതാണെന്ന് മനസ്സിലാക്കി ഇന്ന് മുതൽ നിങ്ങൾ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. കാരണം നിങ്ങളുടെ വായിൽ അധികാരമുണ്ട്. നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഉയർച്ച വരണമെന്നും നന്മ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ നന്മ ലഭിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിനകത്ത് ജീവൻ കാണണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങളുടെ ഭവനത്തിനകത്ത് ചെന്ന് കയറുമ്പോൾ വലങ്കാല് വച്ച് കയറി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഭവനത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എന്ന് പറയണം. എത്ര പേർ പറഞ്ഞിട്ട് കയറും ഭവനത്തിനകത്ത്? ഹല്ലേലൂയ. 1-2 പേരുണ്ടല്ലേ? ഞാൻ എൻ്റെ സ്ഥാപനത്തിലും ഭവനത്തിനകത്തും കയറുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് കയറുന്ന വാക്കാണ് കേട്ടോ. പറയണം. നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കാൻ വേറെ ആരും ഇല്ല. നമ്മുടെ മക്കളെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. നമ്മുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണം. രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം, യേശുവേ എനിക്കിങ്ങനെ ഒരു ജീവിത പങ്കാളിയെ കിട്ടിയതിനായി സ്തോത്രം, എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയതിനായി സ്തോത്രം. പറയാറുണ്ടോ? ഹല്ലേലൂയ. എവിടെയല്ലേ സമയം? അവരെ തെറ്റ് കണ്ടുപിടിച്ചുകൊണ്ടല്ലേ ഇരിക്കണം. പിന്നെ എങ്ങനെ അനുഗ്രഹിക്കും? ഹല്ലേലൂയ. വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമെങ്കിലും ഭർത്താവാണ് ഉണ്ടാക്കിക്കൊണ്ട് വരണമെന്ന് ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ സ്റ്റൈല് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും സ്വന്തമായിട്ട് ഇങ്ങനെ ദുപ്പട്ടിയിൽ ഇറക്കി വരെയാണെന്ന് സാധനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്നവരായി തീരണമെങ്കിൽ നിങ്ങൾ പരസ്പരം അനുഗ്രഹിച്ച് തുടങ്ങണം. ഹല്ലേലൂയ. ഇനി മദ്യപാനാണ്, നിങ്ങളെ സ്നേഹിക്കാത്തവനാണ്, ധൈര്യമായി അനുഗ്രഹിക്കണം. അനുഗ്രഹം വന്ന് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അനുഗ്രഹമായി മാറും. ഇത് തിരുവചനമാണ്. തിരുവചനത്തിനകത്ത് വെള്ളം ചേർക്കാൻ നമുക്ക് പറ്റൂല. ഒരു വള്ളിയെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. ഉറപ്പായും നിൻ്റെ ഭവനത്തിനകത്ത് അനുഗ്രഹം വരണമെങ്കിൽ നീ അനുഗ്രഹിച്ച് തന്നെ തുടങ്ങണം. നീ ശാപം എടുക്കുകയാണെങ്കിൽ ആ ഭവനം ശാപമായിട്ട് തന്നെ മാറും. നീ എപ്പോഴും പിറുപിറുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ ഭവനം പിറുപിറുപ്പിൻ്റെ ഭവനമായിട്ട് തന്നെ മാറും. നിൻ്റെ വായിൽ നിന്ന് എന്ത് വരുന്നോ അത് അനുഗ്രഹമായി തന്നെ, അല്ലെങ്കിൽ നിൻ്റെ വായിൽ നിന്ന് ജീവൻ വരികയാണെങ്കിൽ ജീവനും, മരണം വരികയാണെങ്കിൽ മരണവുമായി ആ ഭവനം അല്ലെങ്കിൽ ആ സ്ഥലം മാറിയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യം തന്നെ 12-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടും. ഹല്ലേലൂയ. നിങ്ങൾക്ക് നന്മ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഉപജീവന മാർഗമാകട്ടെ എന്ത് സംഭവത്തിനകത്തും ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന സമ്പത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ദിവസം 1000 രൂപ കിട്ടണുള്ളൂ, ഇല്ല 500 രൂപ കിട്ടണുള്ളൂ, അല്ല 300 രൂപ കിട്ടണുള്ളൂ. ആ 300 രൂപ ദൈവം തന്നതാണെന്ന് ആലോചിച്ച് സ്തോത്രം പറയണം. ഹല്ലേലൂയ. അതിലൊരു തൃപ്തി കാണണം. ആ തൃപ്തി കണ്ടിട്ട് നമ്മൾ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നന്മയിലും നിങ്ങൾ അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിച്ച് തൃപ്തനാകും, തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവനെ ലഭിക്കും. നന്നായി അധ്വാനിക്കുക, നന്നായി ദൈവസന്നിധിയിൽ ആ സാമ്പത്തികത്തിനെയും മറ്റുള്ള കാര്യത്തിനും ഉപജീവന മാർഗത്തെ അനുഗ്രഹിച്ച് തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എന്തു കിട്ടിയാലും നമുക്ക് അനുഗ്രഹം പറ്റാൻ ചില വ്യക്തികളുണ്ട്. എത്ര സാമ്പത്തികം കൊടുത്താലും അത് ഉപജീവന മാർഗത്തിൽ കൊണ്ടുപോകണവരെ ശപിക്കും. അതൊക്കെ അങ്ങനെയുള്ളവർ കുറച്ചു കാലം കഴിഞ്ഞ് നശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ കിട്ടുന്നത് നന്മയാണെന്ന് മനസ്സിലാക്കി ജീവിച്ചവർ ഇന്നല്ലെങ്കിൽ നാളൊരു കാലത്ത് ചിലപ്പോൾ ഈ എന്താ പറയുക, നിങ്ങളുടെ ഉപജീവന മാർഗത്തിൽ നിങ്ങളെ കൈപിടിച്ച് ഉയർത്തിയവരെക്കാളും ഹയറൻ്റായിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്ത പ്രകാരം നിങ്ങൾ ജീവിക്കുകയും നിങ്ങളുടെ വായുടെ ഫലത്താൽ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയുകയും ചെയ്യും. സദൃശവാക്യങ്ങൾ 18:20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവനെ തൃപ്തി വരും. നേരത്തെ പറഞ്ഞ അതുപോലത്തെ വാക്യമാണ്. വായുടെ ഫലത്താൽ മനുഷ്യൻ്റെ ഉദരം നിറയും. സന്തോഷം കൊണ്ട് നമ്മുടെ വയറെന്നാണ് എഴുതിയിരിക്കുന്നത്, ഉദരം നിറയും. അതേപോലെ എന്ത് ചെയ്യും? അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന വാക്ക് കൊണ്ട് നമുക്ക് തൃപ്തി വരും. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇത്രയൊക്കെ നമ്മൾ പഠിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ളതും പഠിക്കണം. മലാഖി പുസ്തകം അതിനകത്ത് പറഞ്ഞിരിക്കുന്നു, 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെ. നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിൻ്റെ നേരെ എന്ത് സംസാരിക്കുന്നു എന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനായാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുൻപാകെ കറുപ്പെടുത്ത് നടന്നതിനായാലും എന്ത് പ്രയോജനമുള്ളൂ? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാർ എന്ന് പറയുന്നു. ദുഷ്പ്രവർത്തിക്കാർ അഭയോദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവൻ്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും വേണ്ടി അവൻ്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ നാമത്തെ പറയുന്നത് ശ്രദ്ധിച്ച് പറയണം. സാമ്പത്തികമായി അനുഭവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിനകത്ത് അടുത്ത നാളുകളിൽ ഏറ്റവും കൂടുതൽ, അതായത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതിനേക്കാളും വളർച്ച ചിലർക്കുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് നന്മ ലഭിക്കില്ല. ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചാലും പുതിയ നന്മയുടെ വാതിൽ തുറക്കുകയും ഇല്ല. അതുപോലെ രോഗിയായി കിടക്കുന്ന ഇങ്ങനെയുള്ളവർക്കെല്ലാം ചിലപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് ലെവലിൽ കയറാനുള്ള കാര്യമായിരിക്കും ഈ പ്രതികൂലം. നമ്മളെന്ത് ചെയ്യും? നമ്മളത് കുറച്ചു കാലം പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിച്ചില്ലെങ്കിൽ എന്ത്? ദൈവത്തെ നിന്ന പറയും. ദൈവദാസന്മാരെ, നിങ്ങളെ നടത്തുന്നവരെ നിന്ദിക്കും, അവരെ പഴി പറയും. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിനെതിരെ കഠിന വാക്ക് പറയുന്നവരായി നിങ്ങൾ തീരും. അതൊരു ശാപമായി മാറുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മലാഖി പുസ്തകത്തിനകത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു? നമ്മൾ ദൈവത്തിനെതിരെ കഠിന വാക്ക് പറയരുത്. നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ? പിറുപിറുക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇതിനകത്ത് പലരും ഉണ്ടല്ലേ. ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ത്? പിറുപിറുപ്പ്. ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നവർ ഏറ്റവും കൂടെ ഉപയോഗിക്കുന്ന സാധനമാണെന്ത്? പിറുപിറുപ്പ്. നന്മ വരാത്തതിന് ഏക കാരണം എന്താണ്? പിറുപിറുപ്പ്. ഹല്ലേലൂയ. അപ്പോൾ അത് നിർത്തണോ? ഹല്ലേലൂയ. ഇന്ന് സത്യമായി ഞാൻ വിളിച്ച് പറയുന്നു, നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുത്താൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഈ 3 മാസത്തിനകം ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ വായ കൺട്രോൾ ചെയ്താൽ മതി. ഹല്ലേലൂയ. പിന്നെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയാണ്, പെട്ടെന്ന് നിർത്താൻ പറ്റൂല, എന്നാലും കൺട്രോൾ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഇതിനകത്ത് നമ്മൾ പറയാറുണ്ട്, ഹല്ലേലൂയ പറയുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുമ്പോൾ നമ്മുടെ ചെവി കേൾക്കെ പറയണം. എന്ത് ചെയ്യണം? നമ്മൾ പറയുന്ന വാക്ക് ചെവി കേൾക്കെ പറയണം. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നത് പോലും ചെവി കേൾക്കില്ല. പക്ഷെ വേറൊരുത്തൻ്റെ കാര്യം പറയുന്നത് 6 വീട് കേൾക്കും. ഹല്ലേലൂയ. ഈ പരിപാടി വെച്ച് നിർത്തിയിട്ട് ദൈവത്തെ പറയുന്നത് ഉറച്ച് പറയണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ഉള്ളിൽ വെക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ കൊണ്ട് സംസാരിച്ചുകൊണ്ട് നടക്കരുത്. പാസ്റ്റർ പറഞ്ഞു അതിനെയൊക്കെ ഉള്ളിൽ വെക്കണമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? ഉള്ളിൽ സംസാരിച്ചുകൊണ്ടും നടക്കരുത്. അത് അതിനെക്കാളും ദോഷമാണ്. മറ്റുള്ളവരെ തടവിലിടുന്നതിന് തുല്യമാണ്. അത് വേറൊരു ദിവസം കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ അന്ന് നമുക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തോടും ദൈവദാസന്മാരോടും നിങ്ങളുടെ നടപ്പിൽ നിങ്ങളെ ഉപദേശിക്കുന്നവരോടും കയർത്ത് സംസാരിക്കുകയോ അവരോട് കഠിന വാക്ക് പറയുകയോ അവരെ നിന്നും ദൈവപ്രവൃത്തിക്ക് കാരണമായവരിൽ നിന്ന് അകലുകയോ ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മൾ ആരെ ഉപദേശിച്ചാലും നമ്മൾ ഉപദേശിച്ച് നന്നായി നടത്തണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആദ്യം ചെയ്യുന്ന കാര്യം, ആരാണോ അവൻ നന്നായി വരണമെന്ന് ആഗ്രഹിച്ച് അവനെ തിരിച്ചു പറയുകയാണ്. അതോടെ അവൻ്റെ ജീവിതം
എന്താ പറയുക, അവൻ്റെ ലൈഫ് ജീവനിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നതിന് തുല്യമായി മാറും. കാരണം നമ്മുടെ വായിൽ എന്തുണ്ട്? ജീവനും മരണമുണ്ട്. കഠിനവാക്ക് ദൈവത്തോട് പറഞ്ഞാൽ, പിറുപിറുപ്പ് ദൈവത്തോട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല. അതുപോലെ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. 1 പത്രോസ് ലേഖനം, പത്രോസിൻ്റെ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം വാക്യം, 3-ാം അധ്യായം, പത്രോസ് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം, അതിൻ്റെ 8 മുതൽ 12 വരെ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. ജീവൻ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം പറയേണ്ടടുത്ത് ശാപവാക്ക് പറഞ്ഞാൽ നിന്നെ കർത്താവ് എഴുതിയിരിക്കുന്ന ലിസ്റ്റാണ് ദുഷ്പ്രവർത്തിക്കാരൻ. ഹല്ലേലൂയ. നീ ചെയ്തതോ നിനക്കെതിരെ ചെയ്ത വ്യക്തിയോടോ, നീ ചിലപ്പം ഒരാളെ സ്നേഹിച്ച് കാണും, ആ വ്യക്തി എന്ത് ചെയ്തു? നിന്നെ തകർത്തു. എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ചെയ്യണം? നാം അനുഗ്രഹിക്കണം. എങ്ങനെ അനുഗ്രഹിക്കും? നിങ്ങളെ കയ്യിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ ഒരാൾ കൊണ്ടുപോയി, നിങ്ങളെ പറ്റിച്ചു. എന്ത് ചെയ്യും നിങ്ങൾ? നമ്മൾ യഥാർത്ഥത്തിൽ ആ വ്യക്തി അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അവർ അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുമോ? അതെങ്ങനെ നടക്കും പാസ്റ്ററേ? നമ്മളെ പിറുപിറുപ്പ് തന്നെ മാറുന്നില്ല പൈസയുടെ കാര്യത്തിൽ. എന്നിട്ടാണ് ഹല്ലേലൂയ അനുഗ്രഹിക്കുന്നത്. ആ മുഖം ആലോചിക്കുമ്പോൾ തന്നെ മറ്റേ നമ്മൾ മൃഗശാലയിൽ പോയപ്പം സിംഹം മുരളണ പോലെയാണ് മുരണ്ട് വരണത് അകത്തുനിന്ന്. എന്നിട്ടാണ് അനുഗ്രഹിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അനുഗ്രഹിക്കണം. നിങ്ങളെ നശിപ്പിക്കുന്ന വ്യക്തിയെ നോക്കി അനുഗ്രഹിക്കണം. നിങ്ങളെ തകർത്ത വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേറൊരു കാര്യം വേണമെങ്കിൽ അർത്ഥമായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഭവനത്തിനകത്തോ നിങ്ങൾക്കറിയാവുന്നവരോ വേറെ ആരെങ്കിലും പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ അവന് രോഗം മാറുന്നുണ്ടോ, അവന് പ്രശ്നം മാറുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അവൻ ദിനം ദിനം വേറെ രീതിയിലോട്ട് പ്രതികൂലത്തിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. കാരണം എന്തെന്നറിയാമോ? ആ വ്യക്തിയെ നശിപ്പിക്കുവാൻ ഇവൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതോടൊപ്പം ഇവൻ്റെ ജീവിതം തകർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് തകർച്ച വന്നതിന് കാരണം മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യം പറഞ്ഞതും കുടുംബക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ തലയായിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിനെയോ നിങ്ങളുടെ അധികാരമുള്ള വ്യക്തികളെക്കുറിച്ച് തെറ്റു പറഞ്ഞതും മറ്റുള്ളവരുടെ മുന്നേ നിങ്ങളുടെ നാവിനെ ഉപയോഗിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ഹല്ലേലൂയ. ഇങ്ങോട്ട് മാറണം കേട്ടോ. നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ, മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മേലെന്ത് ചെയ്യും? അത് പ്രതിഫലിക്കും. ഹല്ലേലൂയ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ അളന്ന് ലഭിക്കും. നിങ്ങൾ നന്മയാണ് അളന്ന് കൊടുക്കുന്നെങ്കിൽ നന്മയും, തിന്മയാണ് അളന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ തിന്മയും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഹല്ലേലൂയ. കുറച്ച് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഇന്ന് ഉയർച്ച വരാത്തതിന് കാരണം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന തകർച്ചയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. ഇരുട്ടിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറിപ്പോകാത്തതിന് കാരണം നിങ്ങൾ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ നാവിനെ ഇന്നു മുതൽ സൂക്ഷിക്കുക. നാവ് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് അനുരൂപനായ, സ്വരൂപനായ, സദൃശനായ മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നവൻ നിന്ന് അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബക്കാരായാലും ചാർച്ചക്കാരായാലും ബന്ധുക്കളായാലും എല്ലാവരും ദൈവത്തിന് അനുരൂപനാണ്. ദൈവത്തിൻ്റെ സദൃശ്യത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവത്തെ കണ്ടതുപോലെ വേണം ഒരു വ്യക്തിയോട് സംസാരിക്കുവാൻ, ഒരു വ്യക്തിയോട് ഇടപെടുവാൻ. ഓരോ വ്യക്തികൾ ഓരോ ടൈപ്പായിരിക്കാം. അവർ നിങ്ങളെ പറ്റിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളെക്കുറിച്ച് നുണ പറയുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ എല്ലാം ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോഴും സന്തോഷത്തോടെ അവരോട് പെരുമാറുക.
സമാധാനത്തോടെ അവരോട് പെരുമാറാൻ ശ്രമിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഭവനത്തിന് അനുഗ്രഹം വരണമെന്നുണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യണം? ഇന്ന് മുതൽ ചെയ്യണം. ഹല്ലേലൂയ. കർത്താവ് ഇതിനകത്ത് നന്മയുള്ള ജീവിതങ്ങൾ നിങ്ങൾക്ക് തരും. നല്ല സാക്ഷ്യങ്ങളെ കർത്താവ് നൽകും. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നേ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം ദൈവം അതിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നിങ്ങൾ അതിനനുസരിച്ച് മാറിക്കൊടുക്കണം. അതേപോലെ നമ്മുടെ നാവിൽ എന്തുണ്ട്? അധികാരമുണ്ടെന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം, മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തന്നിരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നുത്തരം പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ എന്ത് ചെയ്യും? കെട്ടപ്പെടും. നമ്മൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ അധികാരത്തോടെ ഒരു സംഭവം അഴിച്ചാൽ അഴിച്ചത് തന്നെയാണ്. നിങ്ങൾ അധികാരത്തോടെ, നിങ്ങളുടെ നാവിൻ്റെ അധികാരത്തോടെ ഒന്നിനെ കെട്ടിയാൽ കെട്ടിയത് തന്നെയാണ്. എന്താണ് കെട്ടുക? വിലക്കുക, നിരോധിക്കുക, അനുവദിക്കാതിരിക്കുക. ഇതൊക്കെയാണ് കെട്ടുക എന്ന് പറയുന്ന വാക്ക്. ഹല്ലേലൂയ. നിങ്ങളൊരു ജീവിതത്തിൽ നോക്കി, ഒരു വ്യക്തിയെ നോക്കി, നീ നശിക്കും, നീ നന്നാവില്ല എന്ന് പറഞ്ഞാൽ അവനെ പിടിച്ചു കെട്ടുന്നതിന് തുല്യമാണ്. അധികാരമുള്ള നാവുള്ള നിങ്ങൾ ഒരു വ്യക്തിയോട് നീ നന്നാവില്ല, നീ ഗുണം പിടിക്കില്ല, ഈ വാക്കുകളെല്ലാം ആ വ്യക്തിയെ പിടിച്ച് കെട്ടുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ എത്രയോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം ഉയർന്നു വരാത്തതിന് കാരണം മാതാപിതാക്കന്മാരാണ്. പല വീടുകളിലും മദ്യപാനം മാറാത്തതിന് കാരണം ഭാര്യയോ ഭർത്താവിൻ്റെയോ വാക്കുകളാണ്. ഹല്ലേലൂയ. സ്നേഹിക്കുന്ന ഭർത്താവായിരിക്കും, മദ്യം കഴിക്കാത്തപ്പോൾ നന്നായി സ്നേഹിക്കും, മദ്യം കഴിക്കുമ്പോൾ മറ്റൊരാളായി മാറുന്നത് നിൻ്റെ വാക്കുകൾ കാരണമാണ്. എവിടെയൊക്കെ നീ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞാൽ ഗുണം പിടിക്കില്ലെന്ന് തന്നെ. പക്ഷേ ആ ഗുണം പിടിക്കില്ലെന്ന് നീ ഭർത്താവിനെ നോക്കി കെട്ടിയത് എന്ത് പറ്റി? നിൻ്റെ ജീവിതം കൂടെ നശിച്ചു എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവുമാണ് കുടുംബം, അല്ലേ? നമ്മളെ പിടിച്ച് കെട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? നിൻ്റെ ജീവിതം നശിച്ചു. നീ അറിയുന്നില്ല. നീ ഇപ്പോഴും പഴി പറയുന്നത് ആരെയാണ്? ഓപ്പോസിറ്റ് നിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. നിൻ്റെ ഭാര്യയെ നോക്കി, കുഞ്ഞിനെ നോക്കി, മറ്റുള്ളവരെ നോക്കി നീ പറയുമ്പോൾ അത് അനുസരിച്ച് പറയുക. ഇനി അധികാരമുള്ള ശുശ്രൂഷ ചെയ്യുന്നവർ പൈശാചിക സാന്നിധ്യങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കെട്ടിയാൽ കെട്ടിയത് തന്നെയാണ്. ഹല്ലേലൂയ. രോഗാത്മാക്കളെ കെട്ടിയാൽ കെട്ടിയത് തന്നെയാണ്. അഴിക്കുക എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, ഒഴിവാക്കുക, കെട്ടഴിച്ചു വിടുക, വിട്ടഴിക്കുക എന്നൊക്കെയാണ്. അതായത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവത്തിനെ ആത്മീയമായി കെട്ടിയിരിക്കുന്ന, ആത്മീയ ലോകത്തിലാണ് നടക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ പറയുന്ന വാക്കുകളുടെ പ്രതിഫലം നടക്കുന്ന എവിടെയാണ്? കാണാത്ത മണ്ഡലത്തിലാണ്. നമ്മൾ ഒന്നിനെ അഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അഴിഞ്ഞു മാറും. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനെ കെട്ടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കെട്ടൽ വീഴും. നമ്മളതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം വാക്കുകൾ പറയുവാൻ. അധികാരമുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരുമ്പോൾ അത് ആത്മീയ ലോകത്തിനകത്ത് സംഭവിക്കും. ഞാൻ കഴിഞ്ഞ നാളിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ വാക്ക് കേട്ട് ചെയ്യുവാൻ ദൈവദൂതന്മാർ നമ്മളോടൊപ്പമുണ്ട്. നീ എന്ത് വാക്കാണ് പറയുന്നതെന്ന് പറഞ്ഞ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ ഏറ്റവും അവസാന ഭാഗത്തിൽ പറയുന്നുണ്ട്, അവർ പറഞ്ഞതും അവരോട് നടന്നും യേശു അവരോടൊപ്പം പ്രവർത്തിച്ചു. അതായത് അവർ ചെയ്തതിനെല്ലാം കർത്താവ് അതിൻ്റെ പ്രതിഫലം കൊടുത്തുകൊണ്ടേയിരുന്നു. അവർ രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? രോഗി സൗഖ്യമായി. തൻ്റെ ശിഷ്യന്മാർ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും. അധികാരമുള്ള നാവുള്ള നിങ്ങൾ പറയുന്നത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടെ രോഗത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാവെ മാറി നിൽക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹം നമ്മളെപ്പോലെ ഉള്ളവർ പറയുമ്പോൾ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുകയും അധികാരമുള്ള നാവാണെന്ന് മനസ്സിലാക്കി അധികാരത്തോടെ വാക്കുകൾ പറയുകയും ചെയ്യുമ്പോഴാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്തും കുടുംബത്തിനകത്തും വ്യക്തിപരമായ ജീവിതത്തിനകത്തും നാവിനെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ലൂക്കോസ് എഴുതിയ സുവിശേഷം തന്നെ അതിൻ്റെ 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, അതിനകത്തൊരു സ്ത്രീയെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ.
എൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. സ്പോട്ടിൽ അവൾക്ക് എന്ത് ചെയ്തു? സൗഖ്യം വന്നു. അതേപോലെ കർത്താവ് മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എഫദ എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. തുറന്ന് വരിക എന്ന വാക്ക് പറയുമ്പോൾ തന്നെ അത് ഓപ്പൺ ആകുന്നത് കാണുവാൻ കഴിയും. അവൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞ് അവൻ വിടുവിക്കപ്പെടുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതായത് കർത്താവ് പറഞ്ഞത് കെട്ടാനും അഴിക്കാനുള്ള അധികാരം കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തിനെ കെട്ടുന്നോ അത് കെട്ടപ്പെടും, നിങ്ങൾ എന്തിനെ അഴിക്കുന്നോ അത് അഴിയപ്പെടും. കാരണം ഞാനും നിങ്ങളും സഭയാണ്. ഹല്ലേലൂയ. സഭയുടെ മേൽ എന്തുണ്ട്? അധികാരമുണ്ട്. ഭൂമിയിലിരുന്ന് കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടുവാനും ഭൂമിയിലിരുന്ന് അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയുവാനുമുള്ള അധികാരം സഭയാകുന്ന എനിക്കും നിങ്ങൾക്കും തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നിങ്ങൾ കെട്ടിയ കെട്ടുകൾ നിങ്ങൾ തന്നെ ഇന്നൊരു പകൽക്കാലം പ്രാർത്ഥിച്ചഴിക്കണം. നിങ്ങളുടെ ഭർത്താവിനെ നോക്കി കെട്ടിയത്, മക്കളെ നോക്കി ഗുണം പിടിക്കില്ലെന്നും നശിക്കുമെന്നും പറഞ്ഞ വാക്കുകൾ എല്ലാം നിങ്ങൾ തിരിച്ച് പറയണം. ഇവൻ മാത്രമേ അനുഗ്രഹപ്പെടൂ, എൻ്റെ കുടുംബം മാത്രമെന്ന് പറഞ്ഞാൽ സ്വാർത്ഥതയായി പോവും. എൻ്റെ ഭർത്താവ് അനുഗ്രഹപ്പെടും, എൻ്റെ കുഞ്ഞ് അനുഗ്രഹപ്പെടും, എൻ്റെ മാതാപിതാക്കൾ അനുഗ്രഹപ്പെടും, എൻ്റെ തലമുറകൾ അനുഗ്രഹപ്പെടും, എൻ്റെ സഭ അനുഗ്രഹപ്പെടും, എൻ്റെ ദേശം അനുഗ്രഹപ്പെടും. നീ എന്തൊക്കെ പറയുന്നു അതെല്ലാം തിരിച്ച് മടങ്ങി വന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ അനുഗ്രഹം പറയുമ്പോൾ അനുഗ്രഹമായിട്ട് തന്നെ വരും. നിൻ്റെ വായിൽ നിന്ന്, പുതിയ നിയമസഭയാകുന്ന നിൻ്റെ വായിൽ നിന്ന് ശാപം വരരുത്, കെട്ടുന്ന വാക്കുകൾ വരരുത്, ഒരാളെ നശിപ്പിക്കുന്ന വാക്കുകൾ വരരുത്. കാരണം നീ കർത്താവിൻ്റെ കരത്തിലെ ആയുധമാണ്. നീ കർത്താവിൻ്റെ കരത്തിലെ ആയുധമായതുപോലെ തന്നെ നീ കർത്താവിൻ്റെ നാവാണ്. നിൻ്റെ ശരീരം, നിൻ്റെ ഈ മൺകൂടാരം ക്രിസ്തുവിൻ്റെ ആലയമാണ്. ഹല്ലേലൂയ. നീ എപ്പോൾ അത് മനസ്സിലാക്കി ജീവിക്കുന്നു അന്ന് മുതൽ നീ അധികാരിയാണ്. ഇന്ന് വരെ നീ അറിയാതെ കെട്ടിയത്, നിൻ്റെ മക്കളെ നോക്കി, കുടുംബത്തെ നോക്കി അറിയാതെ കെട്ടിയത് നീ തന്നെ പറഞ്ഞഴിക്കണം. ഹല്ലേലൂയ. നീ ഒരു തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 തവണ തിരിച്ച് പറയേണ്ടി വരും. പക്ഷെ പറയണം, എൻ്റെ ഭർത്താവ് അനുഗ്രഹപ്പെടും, തൻ്റെ മദ്യപാനം മാറും, തൻ്റെ വൃത്തികെട്ട സ്വഭാവങ്ങൾ മാറും, എൻ്റെ സാമ്പത്തികം അനുഗ്രഹപ്പെടും, ഇന്ന് കാണുന്ന അവസ്ഥ ഞങ്ങളിൽ നിന്ന് മാറിപ്പോകും, ഞാൻ ദൈവത്തിന് വേണ്ടി പൈസ ചെലവാക്കുന്നവനായി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്നവനായി, ഞാൻ ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുന്നവനായി തീരും. ഇതൊക്കെ സ്വയത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്തൊക്കെ പറയുന്നു അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് നിൻ്റെ ചെവി കേൾക്കേ എന്ത് ചെയ്യണം? ഡിക്ലെയർ ചെയ്യണം, പറയണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ നീ വിശ്വാസത്തോടെ, അധികാരത്തോടെ പറയുകയാണെങ്കിൽ അതിനകത്ത് അത് സംഭവിക്കും. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 11-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹൃദയത്തിൽ വിശ്വാസത്തോടെ നീ എന്തു പറഞ്ഞാലും സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പലരോടും പറയുന്നതാണ്, മലയോട് ചാടിപ്പോയാൽ മല ചാടുമോ? നിന്റെ ഭവനത്തിനകത്ത് നിൽക്കുന്ന മല പോലുള്ള വിഷയങ്ങൾ നിന്റെ മുന്നിൽ നിന്ന് മാറിപ്പോവും. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൽ നിൽക്കുന്ന പ്രതികൂലങ്ങൾ നീ പറയുമ്പോൾ മാറിപ്പോവും. കാരണം വിശ്വാസത്തോടെ എന്താണ് വിശ്വസിക്കുന്നത്? ഞാൻ പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കും, ഇത് നടക്കുമെന്ന വിശ്വാസം. ഹല്ലേലൂയ. നീ കാണാത്ത കാര്യം കൺമുന്നിൽ കാണണം, കണ്ടിട്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ അത് പ്രസ്താവിക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40 മുതൽ 43 വരെ വായിക്കുമ്പോൾ അതിനകത്ത് ലാസറസിൻ്റെ കല്ലറയ്ക്ക് മുന്നിൽ യേശു നിന്നുകൊണ്ട് പറയുന്ന പ്രസ്താവനയുണ്ട്. ഞാൻ എന്ത് പറഞ്ഞാലും പിതാവേ അങ്ങ് കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ജനം മനസ്സിലാക്കുവാൻ ലാസറസേ പുറത്തു വാ. ഹല്ലേലൂയ. തൻ്റെ ജീവിതം അതല്ലെങ്കിൽ 3 ദിവസം മുന്നേ മരിച്ച് അടക്കപ്പെട്ടവൻ, നാറ്റം വമിച്ചവൻ, ഇനി ഉയർച്ച വരികയില്ല എന്ന് പറഞ്ഞവൻ, കർത്താവ് കരഞ്ഞത് കണ്ടപ്പോൾ മറ്റുള്ളവർ ആക്ഷേപവും സങ്കടവും പറഞ്ഞ കർത്താവ് അവിടെ നിന്നുകൊണ്ട് തൻ്റെ മേൽ കിടക്കുന്ന അധികാരം മനസ്സിലാക്കി തൻ്റെ ഉള്ളിൽ വിശ്വസിച്ചുകൊണ്ട് താൻ എന്ത് പറഞ്ഞാലും പിതാവായ ദൈവം കേൾക്കുമെന്നും പിതാവായ ദൈവമാണ് ജീവൻ്റെ ഉടയവനെന്നും മനസ്സിലാക്കി അവിടെ നിന്ന് പറയുന്ന ആ വാക്കിന് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിനകത്തും നിങ്ങളുടെ കുടുംബത്തിനകത്തും ഇന്ന് ശത്രു കെട്ടിയ കെട്ടുകളെ നിങ്ങൾക്ക് അഴിക്കുവാൻ കഴിയും. നിങ്ങളുടെ ഭാവിയെ ശത്രു കെട്ടിവെച്ചിരിക്കുന്ന കെട്ടുകളെ അഴിക്കുവാൻ നിങ്ങൾക്ക് കഴിയും.
നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തിട്ടിരിക്കുന്ന രോഗങ്ങളെ മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളെ പ്രതികൂലത്തെ തകർക്കുവാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ സങ്കടപ്പെടരുത്, പെറുപെറുക്കരുത്. നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരികളാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? വായ് തുറന്ന് അതിനെതിരെ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത കാര്യങ്ങളെ എനിക്ക് ഓർമ്മപ്പെടുത്തണമേ. ഇനി മേലാൽ നിങ്ങൾ മറ്റുള്ളവരുടെ നുണകൾ കേൾക്കരുത്, മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടരുത്. ഹല്ലേലൂയ. ആരെങ്കിലും വന്ന് നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ, ഒരു സഹോദരിയാകട്ടെ സഹോദരനാകട്ടെ നിങ്ങളോട് കാര്യം പറയുമ്പോൾ നിങ്ങൾ 100% വിശ്വസിക്കുക, നീ മാറുമ്പോൾ നിന്നെക്കുറിച്ചും അവൻ പറഞ്ഞിരിക്കും. ഹല്ലേലൂയ. നിന്റെ സങ്കടം കണ്ടിട്ട് നിൻ്റെ അവിടെ വന്ന് കഥ പറയുന്നതല്ല, നിന്റെ വിഷമം കണ്ടിട്ട് വന്ന് പറയുന്നതല്ല. നിന്നിൽ നിന്ന്, അതായത് ബാട്ടർ സമ്പ്രദായമാണ്, 1 തന്ന് 5 എടുത്തുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. നീ നിന്റെ ഹൃദയം തുറന്ന് അവളുടെ മുന്നേ അല്ലെങ്കിൽ അവൻ്റെ മുന്നേ കൊടുക്കും. അവൻ എന്ത് ചെയ്യും? അത് പബ്ലിസിറ്റി ആക്കിക്കൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം. പറയേണ്ട കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരോട് പറയണം. പറയരുതാത്ത കാര്യങ്ങൾ പറയരുത്. അത് ദൈവകാര്യമുണ്ട് കേട്ടോ. യോസേഫ് എന്ന് പറയുന്ന വ്യക്തി സ്വപ്നം കണ്ടു. താൻ സഹോദരങ്ങളോടത് പറഞ്ഞു, അപ്പനോടത് പറഞ്ഞു. അപ്പൻ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അപ്പൻ ഇതിനെക്കാട്ടും വലിയ സ്വപ്നം കണ്ട ആളാണ്. അതുകൊണ്ട് അപ്പന് മനസ്സിലായി സ്വപ്നം സത്യമാണ്, സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നടക്കും. താൻ കണ്ട കാഴ്ചകളെ യാക്കോബിനെ അറിയാമായിരുന്നു. എന്തൊക്കെ കാഴ്ചയാണ് കണ്ടത്? താൻ തൻ്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ ആകാശത്തിൽ അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് നീളുന്ന ഒരു കോണി കണ്ടു. തന്നെ തിരിച്ച് ദൈവം കൊണ്ടുവന്നത് ഓർമ്മിച്ചു. തന്നോട് ദൈവം മൽപ്പിടിച്ചത് അല്ലെങ്കിൽ ദൈവത്തോട് താൻ മൽപ്പിടിച്ചതെല്ലാം തനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അല്ലേ? യോസേഫ് വന്നൊരു സ്വപ്നം പറഞ്ഞപ്പോൾ അപ്പൻ മനസ്സിലാക്കിയത്, എൻ്റെ മകനും എന്നെപ്പോലെ സ്വപ്നം കാണുന്നവനാണ്, അവനെയും ദൈവം എന്ത് ചെയ്യും? മറ്റു മക്കളെക്കാളും അനുഗ്രഹിക്കും. അതുകൊണ്ട് എന്ത് ചെയ്തു? ഹൃദയത്തിൽ കരുതി. ഹല്ലേലൂയ. പക്ഷേ മക്കൾക്ക് എന്ത് മനസ്സിലായി? കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ എന്ത് മനസ്സിലായി? ഇവൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവനെ നമ്മൾ തൊഴേണ്ടി വരും. ഇപ്പോൾ അവനെ നശിപ്പിച്ചാൽ, പൊട്ടക്കനത്തിൽ എടുത്തിട്ടിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നീയും നിൻ്റെ സ്വപ്നം എന്താകുമെന്ന് കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു കാണലുമില്ല. ദൈവം അവന് പ്രതിഫലം കൊടുത്തു, പക്ഷെ അതിന് ഒരുപാട് വില അവൻ കൊടുക്കേണ്ടി വന്നതിന് കാരണം ആവശ്യമില്ലാത്ത കാര്യം ആവശ്യമില്ലാത്ത സ്ഥലത്ത് പറഞ്ഞതാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം പറയുക. അനാവശ്യ നിന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരുടെ മുന്നേ പറയാതിരിക്കുക. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നവരോട് നിൻ്റെ രഹസ്യങ്ങൾ പറയാതിരിക്കുക. അത് നിൻ്റെ സങ്കടമാകട്ടെ, വിഷമമാകട്ടെ, നിൻ്റെ നന്മയാകട്ടെ, പറയരുത്. ഹല്ലേലൂയ. നീ അങ്ങനെ പറയാതിരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നിൻ്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിച്ച്, നിങ്ങളുടെ വാക്കുകളെ സൂക്ഷിച്ച്, നിങ്ങളുടെ പ്രവൃത്തിയെ സൂക്ഷിച്ചാൽ നിങ്ങൾ ഓരോ നാളും വളർച്ച പ്രാപിക്കും. ഹല്ലേലൂയ. 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 പ്രിയമുള്ളവരെ, നമ്മൾ പറയേണ്ട കാര്യം പറയേണ്ട രീതിയിൽ പറയേണ്ട വ്യക്തികളോട് പറയുക. ഇനി നമ്മൾ നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുകയാണ്, നമ്മൾ നന്നായിട്ട് നമ്മുടെ ഭാവിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, നമ്മൾ മറ്റുള്ളവരോട് തുറന്നു പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ പറയുന്ന കാര്യം നടക്കില്ല. കേൾക്കുന്നവരെല്ലാം ഒരേ ടോണിലെടുക്കില്ല. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ പിന്നെ ഇതിനകത്ത് ലീഡേഴ്സിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, സ്വപ്നം കാണുകയാണെങ്കിൽ, ദർശനം കാണുകയാണെങ്കിൽ പറയണം. അത് അടുത്തൊരു തലമുറ എഴുന്നേൽക്കാനാണ്.